നമസ്കാരം. കേരളത്തിലെ പലയിടങ്ങളിലും മഴ പെയ്തുകൊണ്ട് ധാരാളം ഉരുൾപൊട്ടലുകളൊക്കെ ഉണ്ടായി. അതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ ഒരു സ്ഥലത്ത് നിന്ന് കൂട്ടത്തോടു കൂടി ഇല്ലാതെയായിപ്പോയ ഒരവസ്ഥ. മനുഷ്യൻ പലതും സ്വപ്നം കണ്ടുകൊണ്ടാണ് ഈ ഭൂമിയിൽ ജന്മം കൊള്ളുന്നതും വളർന്നു വരുന്നതും ജീവിക്കാൻ ശ്രമിക്കുന്നതും. അങ്ങനെ ജീവിക്കുന്നവർക്ക് തണലേകാൻ വേണ്ടി പല മാർഗങ്ങളും ഗവൺമെൻറ് കൊണ്ടുവരും. അങ്ങനെ യാത്ര ചെയ്യുന്നവർക്ക് കൊണ്ടുവന്ന ഒരു തണലാണ് ഈ ഫാസ്ടാഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം. വളരെ എളുപ്പത്തിൽ തടസ്സമില്ലാതെ കടന്നു പോകാനാണ് ഈ ഫാസ്ടാഗ് സംവിധാനം കൊണ്ടുവന്നത്. ഈ ഫാസ്ടാഗിൻ്റെ സ്റ്റിക്കറും ഒട്ടിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു ദുരന്തം അനുഭവിക്കുന്ന പാലിയേക്കര ടോൾ പ്ലാസ കണ്ടില്ലേ. ഇതിപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ആണെങ്കിലും ഇത് എത്രയോ നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. മൊത്തം വണ്ടികളും ഈ ഫാസ്ടാഗ് സ്റ്റിക്കറും ഒട്ടിച്ചുകൊണ്ട് ഈ പാലിയേക്കര ടോൾ പ്ലാസിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ചിന്തിക്കണം. 200 രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. 200 രൂപയിൽ നിന്ന് 1 രൂപ അല്ലെങ്കിൽ ഒരു 10 രൂപ കുറഞ്ഞു പോയാൽ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. അപ്പോൾ നിർബന്ധമായിട്ടും എല്ലാ വണ്ടിക്കാരുടെയും അക്കൗണ്ടിൽ എത്രയോ ലക്ഷക്കണക്കിന് വണ്ടികൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മളെല്ലാവരും ചിന്തിക്കണം. ഈ 200 രൂപ വെച്ച് എല്ലാവരുടെയും ക്യാഷ് ഓൾറെഡി ബാങ്കിൽ ഡിപ്പോസിറ്റായി കിടക്കുകയാണ്. നമ്മൾ ഈ ഫാസ്ടാഗിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ക്യാഷൊക്കെ ഇവർ പലിശ മറ്റുള്ള പരിപാടികളിലൂടെയൊക്കെ അവരതിൻ്റെ ഇരട്ടി ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം കൊടുത്ത് എളുപ്പത്തിൽ പോകാൻ കിടക്കുന്ന നമ്മളൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ക്യൂവിൽ കിടക്കേണ്ട ഒരു ഗതികേട്. ഇതിൻ്റെ പേരിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ടോൾ പ്ലാസയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ടോൾ പ്ലാസ ഇവിടെ വരുന്ന സന്ദർഭത്തിൽ ധാരാളം സമരക്കാരെ കണ്ടിരുന്നു. തുടക്ക സമയത്ത് പല പാർട്ടിക്കാരും ഇവിടെ കടന്നു വന്നുകൊണ്ട് പ്രതിഷേധം നയിക്കുകയും ഓരോ പ്രതിഷേധത്തിനും ടോൾ പ്ലാസയിലെ പിരിവിൻ്റെ, അതായത് അവിടെ കൊടുക്കേണ്ട കാഷിൻ്റെ വർധനവാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്താണ് അതിന് കാരണം? എല്ലാവർക്കും അതിൻ്റെ ഒരു ഷെയർ ഉണ്ടെന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. നമ്മളിങ്ങനെ വിഡ്ഢികളായിക്കൊണ്ട് എല്ലാവരെയും അനുസരിച്ച് മാനിച്ച് ഗവൺമെൻറ് പറയുന്ന ഓരോ നിയമങ്ങളും അനുസരിച്ച് ഗവൺമെൻറ് രക്ഷപ്പെടുന്നു, മനുഷ്യൻ കുത്തുവാളെടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിനെതിരെയൊക്കെ ആരാണ് സംസാരിക്കേണ്ടതെന്ന് അറിയില്ല. നമ്മളൊക്കെ വോട്ട് ചെയ്യാൻ പോയി ക്യൂവിൽ നിൽക്കാറുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇവിടെയും ക്യൂ കിടക്കുകയാണ്. എന്തിനാണ് ഈ ഫാസ്ടാഗ് എന്നുള്ള പേര്? ഇനി അതല്ല രസം. ഇനി ഫാസ്ടാഗ് ടിക്കറ്റ് കൊടുത്ത് അവിടെ വരുമ്പോൾ ഏതെങ്കിലും ഒരുത്തൻ കാശില്ലാണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടി കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ കിടക്കണ വണ്ടികളൊക്കെ റിവേഴ്സ് പോകണം. എല്ലാ വണ്ടികളും റിവേഴ്സ് പോകണം. എന്നിട്ട് പിന്നെ വേറൊരു ചാനലിൽ കൂടി കയറണം. ഇങ്ങനെ പല തോന്നിവാസങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം. ഈ ടോൾ പ്ലാസ അടച്ചു പൂട്ടണമെന്നാണ് ഞാൻ പറയുന്നത്.